അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വസിയാളുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതെ ഇരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കുകയില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ നിങ്ങൾ പറയുവിൻ. ചെവിയിൽ നിങ്ങളോട് മന്ത്രിച്ചത് പുലമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന്റെ ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിലെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. സ്നേഹിക്കപ്പെട്ടവരെ, നിർഭയം സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള ഒരു വിളി. രക്തസാക്ഷികൾ അത് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ നാളുകളിലൊക്കെ പലപ്പോഴും തങ്ങളുടെ മുൻപിൽ മരണം കണ്ടിട്ടും ആ മരണത്തെ ഭയപ്പെടാതെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട അനേകം പേരുടെ സാക്ഷ്യം ഈ നാളുകളിലൊക്കെ പത്രത്തിൽ നമ്മൾ കണ്ടു, വായിച്ചു, TV നമ്മൾ കണ്ടു. സാക്ഷ്യം വഹിക്കാനായിട്ടാണ് വിശ്വാസത്തെ പ്രതി കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയുവാൻ വേണ്ടി ചെവിയിൽ മന്ത്രിച്ചത്, വചനത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് പ്രഘോഷിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാനുള്ളതായ ഒരു വിളി. ജീവിക്കുക ക്രിസ്തു, മരിക്കുക ലാഭം. പൗലോസിനെ പോലെ നിർഭയം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളതായ ഒരു വിളിയാണ് നമുക്കായി വെച്ച് നീട്ടിയിരിക്കുന്നത്. നമുക്കത് സ്വീകരിക്കാം. കർത്താവിൻ്റെ പരിപാലനം നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ ഒരു തലമുടി നാര് പോലും എണ്ണപ്പെടാത്തവയല്ല, കർത്താവിനറിയാം. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ കർത്താവിനെ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഏറ്റുപറയും. അതിനാൽ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവത്തെ ഏറ്റുപറയുവാനായിട്ടുള്ളതായ ഒരു വിശ്വാസം നമുക്കുണ്ടാകട്ടെ. നീതിമാനായ യോസേപ്പിന്റെ നീതിബോധവും നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. അവൾ ഗർഭിണിയാണ്. അവളെ അപകീർത്തിപ്പെടുത്തുവാൻ അവന് മനസ്സില്ലായിരുന്നു. തെറ്റുകാരിയാണെന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോൾ ആ തെറ്റ് അനുസരിച്ച് അവൾ ശിക്ഷിക്കപ്പെടാം. സാധാരണഗതിയിൽ വേണ്ട, ഞാൻ വാങ്ങിക്കൊള്ളാം. അതുകൊണ്ട് രഹസ്യമായി അവളെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്നവൻ, ജനം എന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, നല്ലൊരു ഭാര്യയെ ഉപേക്ഷിച്ചു പോയവനെന്ന് ഒരുപക്ഷെ കുറ്റം പറയുമായിരിക്കും. എങ്കിലും എന്നെ ശിക്ഷിച്ചോട്ടെ, ഞാൻ ശിക്ഷിക്കപ്പെട്ടുകൊള്ളാം. ഇത് ശരിയോ തെറ്റോ? യോസേപ്പിന്റെ ചോദ്യം മനസ്സിൽ. ഇതിനെക്കുറിച്ച് തൻ്റെ മനസ്സിൽ തോന്നിച്ച തോന്നലുകൾ തെറ്റോ ശരിയോ എന്നറിയുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് ആക്ഷൻ വേണം, റിയാക്ഷൻ വേണ്ട. ദൈവത്തിന് മുൻപിൽ ആലോചന ചോദിക്കുവാൻ പെട്ടെന്ന് മറുപടി പറയുകയില്ല. ആലോചിച്ച് ദൈവത്തോട് ആലോചിച്ച് ഉത്തരം കൊടുക്കുക. ആലോചിച്ചാൽ ഉത്തരം തരുന്നവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് ഓർക്കുക. ആലോചിക്കുക. ഒരു നിമിഷം ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഉയരുക. ആലോചന തരും. അതാണ് ജോസഫ് ചെയ്തത്. മാലാഖ പരിശുദ്ധാത്മാവ് അവന് ആലോചന കൊടുത്തു. നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അരുത്. നിനക്കായി നൽകപ്പെട്ട ഭാര്യ വിശ്വസ്തതയുള്ളവളാണ്. അവൾ പരിശുദ്ധാത്മാവിനാണ് ഗർഭം ധരിച്ചവളാണ്.
നീ അവളെ സ്വീകരിച്ചുകൊള്ളുക. ഉത്തരം കിട്ടി. പിന്നെ ശരിയോ തെറ്റോ എന്നല്ല, ദൈവത്തിൽ നിന്നുള്ളതായ അരുളപ്പാടിനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കുന്നതും നീതിയോടുകൂടി. ആ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനാണ്. ശാരീരികമായി യോസേപ്പ് ഈശോയ്ക്ക് ജന്മം കൊടുത്തവനല്ല, എങ്കിലും അവന്റെ വംശത്തിൽപ്പെട്ടവനാണെന്ന് അറിയപ്പെടുവാൻ ആഗ്രഹിച്ചു. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോസേപ്പുമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോസേപ്പിന്റെ പാരമ്പര്യത്തിലാണ് അവന്റെ പേര്. അപ്പോൾ ശാരീരികമായ ജന്മം കൊടുക്കുന്നതല്ല, മറിച്ച് ദൈവപിതാവിന്റെ മനസ്സോട് തന്റെ മനസ്സ് ചേർത്ത് പൈതലിനെ വളർത്തുന്നവൻ പിതാവായി മാറുന്നു. നൽകപ്പെട്ട കുഞ്ഞിനെ ദൈവഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ദൈവത്തിന് മനസ്സിന് അനുയോജ്യമായ രീതിയിൽ സംരക്ഷിക്കുകയും ഭാര്യയെ സംരക്ഷിക്കുകയും കുഞ്ഞിനെ വളർത്തുകയും ചെയ്യുന്നവൻ പിതാവായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യോസേപ്പ് പിതാവിൻ്റെ നീതിയും യോസേപ്പ് പിതാവിൻ്റെ നീതിബോധവും നന്മയും നമ്മൾ സ്വന്തമാക്കുവാനായിട്ട് ഈ തിരുനാൾ നമുക്ക് ഉപകരിക്കട്ടെ, സാധിക്കട്ടെ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിർഭയം സാക്ഷ്യം വഹിക്കുക, നീതിബോധത്തിൽ ജീവിക്കുക, പരിശുദ്ധാത്മാവിന്റെ ആലോചന ചോദിക്കുക. ഒരു പിതൃത്വം നൽകപ്പെട്ടുവെങ്കിൽ ആ പിതൃത്വം അക്ഷരാർത്ഥത്തിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നൽകുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.